എക്സ്പീരിയൻസോട് കൂടി നമ്മൾ കിട്ടിയാണ്. നമ്മള് വെജിറ്റേറിയൻ പനീർ, മഷ്റൂം, ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്. എന്റെ മോനെ എന്താണ് വ്യൂ നോക്ക്. ഇതാണ് കാവേരി പീക്ക്. സ്ഥലത്തോടെ പേരും കഫയുടെ പേരും കാവേരി പീക്ക്. ഇത് നോർമൽ തട്ടുവട സെറ്റ്. ഇതില് തട്ടുവട. ഇതിലൊരു ചട്നി വെക്കും. ഓക്കെ. ഇതിലൊരു ചട്നി ഉണ്ട്. ഈ ഇത് എന്തൊക്കെ വെജിറ്റബിൾസാ? ക്യാരറ്റും ബീട്രൂട്ടും. ഹലോ എവരിവൺ. ഹലോ, വെൽക്കം ടു ട്രാവൽ ഡേറ്റ്സ് ഫ്രം ഏർക്കാട്. യെസ്, നമ്മളിപ്പോൾ ഏർക്കാടാണുള്ളത്. നമ്മൾ രാവിലെ എത്തി, റൂം ചെക്ക് ഇൻ ചെയ്തു. ആ വീഡിയോസും വിശേഷങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഏർക്കാട് കറങ്ങാൻ പോവാണ്. ஃபர்ஸ்ட் நம்ம எங்கடா போனே? ஃபர்ஸ்ட் இப்போ கரடியூர் வியூ பாயிண்ட் போகிறோம். ஸோ இது நம்ம ஸ்டே பண்ணியிருக்க ரெசார்ட் இப்போ ஆன் தி வேல இருக்கிறதுனால நம்ம ஃபர்ஸ்ட் அதை கவர் பண்ணிட்டு ரிமைனிங் ஸ்பாட்ஸ் நாளைக்கு கவர் பண்ணலாம் அப்படின்னு. ഓക്കെ, സമയം ഇപ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞു. ലഞ്ച് കഴിക്കണം. യെസ്, അത് പിന്നെ അതെ, അത് മുഖ്യം. ലഞ്ച് കഴിക്കണം, ബാക്കി കാഴ്ചകൾ കാണാം. அப்புறம் ഓക്കെ, போய் கொஞ்சம் பர்ச்சேசிங் இருக்குது, அதை முடிச்சுட்டு For dinner. Dinner special. ഞങ്ങൾ കുറച്ച് ഡിന്നർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നല്ല കിടിലൻ വെതറാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. எப்படியும் கிளைமேட் சேஞ்ச் ஆகும். ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ചുകൂടി കോടയൊക്കെ ഇറങ്ങി സൂപ്പർ ആയിരിക്കും. യെസ്, പൊളി. നമ്മുടെ സ്റ്റേ ഉള്ളത് ഫസ്റ്റ് പറയണം, കിടിലൻ സ്റ്റേ ആണ്. യെസ്, അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു രക്ഷയില്ല. നല്ല കിടിലനായിട്ട് കല്ലോ കിട്ടിയിട്ടുള്ളൊരു അടിപൊളി വീട്. നല്ല തണുപ്പാണ്. പുറത്തുള്ളതിനൊക്കെ തണുപ്പാണ് അകത്ത്. നല്ല തണുപ്പാണ്. നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു. നമ്മളുള്ള സ്റ്റേയുടെ ഒരു 360 വ്യൂ കാണിച്ചു തരാം. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ അവിടെയും ഇതേപോലെ കോട്ടേജസ് വരും. ട്രാവൽ ടൈപ്സോட ரெஸ்டாரண்ட் தான். ഇതാ ഫുൾ വ്യൂ. യെസ്, ഇവിടെ ഇങ്ങനെ 2 റൂമുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ആ റൂമാണിത്. ഓക്കെ, പോന്നാ. യെസ്, அப்படின்னா தெரியலையே. சாம்பிள் ஸ்கூலா அப்படின்னா தெரியல. மாதிரி ഞാൻ ഏർക്കാട് സ്കൂള്. மேப்ல பார்த்தா தெரியும். ഓക്കെ, ഞങ്ങള് വരുന്ന റൂട്ടിൽ ഫുള്ള് കാപ്പി പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ ആണെന്നൊക്കെയാണ് TK ഞങ്ങളോട് പറഞ്ഞത്. എല്ലാം നല്ല റെഡിഷായി നിൽക്കും. ഇവിടുന്ന് നമ്മളൊരു ലെഫ്റ്റ് എടുത്ത് പോകണം. ഒരാൾക്ക് 20 റുപ്പീസാണ് ചാർജ്. വെഹിക്കിൾസിന് ചാർജ് ഇല്ല. മുന്നിലേക്ക് പോയാൽ പാർക്ക് ചെയ്യാന്നാണ് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം അല്ലേ TK? പക്ഷെ ഇത് ഇങ്ങനെ ചെറിയൊരു വഴിയാണ്. ഗ്രാമമാണ് ആക്ച്വലി. വില്ലേജ് ആണ്. Actually kind of tribes. ഇതാണ് അരടിയൂർ വ്യൂ പോയിന്റ്. കുറെ ഗ്യാങ് വന്നിട്ട് ഇവിടെ റീൽ ഷൂട്ടിംഗ് റീൽ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്.
നല്ല വ്യൂ പോയിന്റ് ആണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല വൃത്തിയുണ്ട് അല്ലേ? ഓൾറെഡി മോള് കയറി പോയിട്ടുണ്ട്. ഞങ്ങളും കൂടെ മോള് കയറട്ടെ. അവിടെ ആക്ച്വലി നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ലതായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ஃபுல் வியூ அங்க தெரியுதுல அது ஒரு டேம். നല്ല വട്ടക്കാട് ലേക്ക് ഡാം. ഇവിടെ നമുക്ക് അങ്ങ് ദൂരെ ഡാം കാണാം. ഏത് ഡാമാണ്? വട്ടക്കാട് ലേക്ക് ഡാം. അപ്പൊ നമ്മള് ഇതെന്താണ്? കരടിയൂർ വ്യൂ പോയിന്റ്. എനിക്ക് ഈ സ്ഥലങ്ങളുടെ പേര് അത്ര പെട്ടെന്ന് നിൽക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഈ സ്ഥലങ്ങളുടെ പേര് മാത്രമല്ല, ആളുകളുടെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പൊ ഇതാണ് കരടിയൂർ വ്യൂ പോയിന്റ്. നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇനി നമ്മള് നേരെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് ബാക്കി വേറെ ഇനി ഡെസ്റ്റിനേഷൻസ് ഒന്നും പോകുന്നുണ്ടാവില്ല. നമ്മള് രാത്രി ക്യാമ്പ് ഫയർ ചെയ്യുന്നു, ബാർബിക്യൂ ചെയ്യുന്നു. യെസ്, അതൊക്കെ ഇൻഗ്രീഡിയൻസ് ചില്ല് ചെയ്യുന്നു. എന്നിട്ട് ചാച്ച ഉറങ്ങുന്നു. അവിടെ കരടിയൂരിന്റെ കരടി ഉണ്ട്. ഇവിടെ 2 കരടി ഉണ്ട്. അങ്ങനെ കരടിയൂർ വ്യൂ പോയിന്റ് കണ്ടിറങ്ങി. അപ്പൊ ഇവിടെ നമുക്ക് നല്ല വിശന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചു, ചായ. അവിടെ നല്ലൊരു ചേച്ചി ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നല്ല മാഗി, നല്ല വൃത്തിക്ക് ചൂടോടെ പൊക്കോടയും ബജ്ജിയൊക്കെ ഉണ്ടായി തന്നു. ചായ നല്ലതായിരുന്നു, നൈസ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഇതാണ് പോകുന്ന വഴി ഏർക്കാട് ടൗണിലോട്ട് പോകുന്നു. അവിടുന്ന് ബാക്കി സാധനങ്ങൾ വരുന്നു. ഏർക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് കാപ്പിയുടെ സീസൺ സമയമായിരുന്നു, അതുകൊണ്ട് നിറയെ കാപ്പിയെല്ലാം പഴുത്ത് തുടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കൊടകിൽ പോയാൽ നമുക്ക് ഇതേപോലെ കാപ്പിത്തോട്ടങ്ങളുടെ നടുവുള്ള റോഡുകൾ കാണാം, പക്ഷെ അവിടെ കുറച്ചുകൂടി റഷാണ്. ഏർക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിരക്കില്ല. ഇതൊരു സൺഡേ ആണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റിൽ വളരെ കുറച്ച് ക്രൗഡ് മാത്രമേ ഉള്ളൂ. സമാധാനമായിട്ടുള്ള ഒരു ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏർക്കാട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മളങ്ങനെ ഏർക്കാട് ടൗണിൽ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഗ്രില്ലൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും പനീറും പിന്നെ കുറച്ച് മാഗിയും. അപ്പോൾ ഇന്ന് ഡിന്നറിനുള്ള പർച്ചേസാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏർക്കാട് ടൗണിൽ തന്നെയാണ് കേട്ടോ, ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. അപ്പം നമ്മൾ അവിടെ നിന്ന് നമുക്ക് ചിക്കൻ കിട്ടിയില്ല, കുറച്ച് നമ്മൾ ടൗണിലോട്ട് വന്നു. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതല്ല കോമഡി, ചിക്കൻ വെക്കാനുള്ള എല്ലാ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ചിക്കൻ കിട്ടില്ലെന്ന് അറിയില്ല. ഇവിടെ കോഴി ഉണ്ടില്ലേ, നമുക്ക് കോഴിനെ വാങ്ങിട്ട് പോവാം. നമുക്ക് എന്താ പറയാൻ വന്നേ, അല്ല തമിഴ്നാട് ചിലപ്പോ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ കുറെ ഷോപ്പുകളൊക്കെ നേരത്തെ അടയ്ക്കുന്നുണ്ട്. സംഭവം നല്ല തണുപ്പൊന്നും ഇല്ലെങ്കിൽ, കണ്ടാൽ അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പൊ കോടൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ അത്ര അധികം ഒന്നും കാണിക്കണമെന്നില്ല, പക്ഷേ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് വെരി കോൾഡ്. അവർക്ക് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നടന്നു. അപ്പം ഞങ്ങളിവിടെ ബാർബിക്യൂ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാർബിക്യൂ ഞങ്ങളിവിടെ കനലൊക്കെ സെറ്റ് ചെയ്തു, ചെറിയ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ ആക്ച്വലി ഗ്രില്ലിൻ്റെ മറ്റേ സാധനം ഉണ്ട്, പക്ഷെ അവരതിന് 1000 റുപ്പീസൊക്കെയാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മുടെ കയ്യിൽ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ചാർക്കോളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് സെറ്റ് ചെയ്തു. ഒരു ഗ്രില്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രില്ല് തന്നു. ഗ്രില്ലിന് 200 രൂപ. അപ്പൊ നമ്മുടെ ഇയർലി റൊട്ടീനാണിത്, അല്ല ഇയർലി കൾച്ചർ. കഴിഞ്ഞ വർഷമാണ് ഞങ്ങള് ഇതേപോലെ ഇതേ മാസം ജനുവരി 1st വീക്കില് ഞങ്ങൾ ഊട്ടി പോയിട്ട് ഗ്രില്ല് ചെയ്തത്. പക്ഷെ അന്നത്തെ ഗ്രില്ലിന്റെ റീല് മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ, അപ്പൊ നമുക്ക് യൂട്യൂബ് ചാനലില്ല. ഇപ്പൊ നമ്മൾ വീണ്ടും ഏർക്കാട് വന്ന് വീണ്ടും അതേ എക്സ്പീരിയൻസോട് കൂടി നമ്മൾ ഗ്രില്ല് ചെയ്യാണ്. നമ്മള് വെജിറ്റേറിയൻ പനീർ, മഷ്റൂം, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്. ആക്ച്വലി ഇതാണ് ഇതിന്റെ രസം അല്ലേ, അതിന് ചുറ്റും നിന്ന് ഇതാക്കി. അതെ, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. അതെ, ഗ്രില്ലെടുക്കാൻ മറന്ന്
രണ്ട് ഗ്രില്ല് വാങ്ങി பேசாம அந்த grill next time நாம வீட்ல வச்சிருக்கலாம். അല്ല കഴിഞ്ഞ വർഷം വാങ്ങിയ ഗില്ലാണ് അത് വീട്ടിലിരിക്കണത്. അത് നമ്മൾ ഊട്ടി കൊണ്ടുപോയില്ല മറന്നു. എന്നിട്ട് നമ്മൾ ഊട്ടിന്ന് വേറെ ഗ്രില്ല് വാങ്ങി. அது அங்கேயே விட்டு வந்தாச்சுல அது. ഊട്ടിന്ന് വാങ്ങിയത് അവിടെ ഇട്ടു. இந்த வருஷம் புது എന്താ പഴയ ഗ്രില്ല് அது விட்டாச்சு. മറന്നു. പക്ഷെ നമുക്ക് ഇവിടെ വേറൊരു ഗില്ല് കിട്ടി. ഇത് പെയിനൊക്കെയാണ്. നോക്കാം. ഇത് ഞങ്ങൾ 200 രൂപ എടുത്തിട്ട് കടം വാങ്ങിയ ഗ്രില്ലാണ്. നമ്മുടെ പനീർ റെഡിയായി, നമ്മുടെ ചിക്കൻ റെഡിയായി. പിന്നെ അടുത്ത ചിക്കൻ കൂടി നമ്മൾ വരുന്നുണ്ട്. കുറച്ചും കൂടി ചിക്കൻ ഗ്രില്ലുണ്ട്. ചിക്കൻ മഷ്റൂം. ഐഷോ ചിക്കൻ കഴിക്കാൻ പോകുന്നില്ല ഇന്ന്. വെജിറ്റേറിയൻ ഐഷോ ഒന്ന് ചിക്കൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എന്നാ ഫസ്റ്റ് മഷ്റൂം. ചിയേഴ്സ്. ചിയേഴ്സ്. Cheers to ഏർക്കാട്. So Aishu, nice cheers. നമ്മുടെ ഗ്രില്ലിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു. അടുത്തതായി ചീട്ട് കളി ഓൺ സ്റ്റേജ്. നമ്മൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. എല്ലാ വീക്കെൻഡ്സിലും കൂടുന്ന സമയത്ത് മെയിൻ ആയിട്ട് ചീട്ട് കളിയാണ്. എന്നിട്ട് ഞാൻ നോക്കും. കാശൊന്നും കളി കാശിലല്ല. ഐഷാണ് നോക്കുന്ന ആള്. ഞാൻ ജയിക്കുന്ന ആള്. മോസ്റ്റ്ലി ഐ അഗ്രി. വെല്ലുവിളിക്കുന്ന ആൾ. വെല്ലുവിളിക്കുന്ന ആൾ. ഇത് സ്ലോ പ്ലെയർ. കുറച്ച് വർക്കിലാണ് ചേട്ടൻ. വിന്നിംഗ് പ്ലെയർ. കാണാം. സമയം 5:49. നല്ല തണുപ്പുണ്ട്. കാണിക്കുമ്പോ ഇതിൽ 13 ഡിഗ്രിയെ കാണിക്കുന്നുള്ളൂ. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് വെരി കോൾഡ്. തണുപ്പുണ്ടോ? பயங்கரமா இருக்கு. ரொம்ப எக்ஸ்பெக்டே பண்ணல. ஆனா டெம்பரேச்சர் நார்மல் தான். பெங்களூர் டெம்பரேச்சர் தான். ஆனா ஃபீல்ஸ் லைக் வெரி கோல்ட். என்ன இது? ഹിമാലയത്തിലൊക്കെ പോയാൽ ഇരിക്കുന്നത് ട്രൈബ്സ് மாதிரி இருக்காங்க. അപ്പൊ നമുക്ക് സൺറൈസ് പോയിന്റ് പോയാലോ? യെസ്, സൺറൈസ് പോയിന്റ് സൂപ്പറാ இருக்கும். സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്. പോകാം. ഏതാണ്? കനവായി അണ്ണാമലയാർ ടെമ്പിൾ. ഞങ്ങൾക്ക് ഇന്നലെ മിസ്സായ സൺറൈസ് ഇന്ന് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. റോഡ് കണ്ടറിയാം, ഫുള്ള് കോടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ തണുപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ടെമ്പറേച്ചർ ഞാൻ നേരത്തെ കാണിച്ച പോലെ 13 കാണിക്കുന്നുണ്ടെങ്കിലും നല്ല കുത്തുന്ന തണുപ്പാണ്. இந்த இடத்துல முன்னாடிலாம் எதுவும் இல்லை. இப்போதான் ரீசெண்டாக எல்லாம் கன்ஸ்ட்ரக்ஷன் பண்ணி சின்ன சின்ன ரெசார்ட்டாக பில்ட் பண்ணிட்டு இருக்காங்க. இது கீழே இந்த இடத்துல நிறைய ரெசார்ட்ஸ் இருக்கும். സോ നമ്മൾ അണ്ണാമലയാർ ടെമ്പിളിന്റെ എൻട്രൻസിലാണുള്ളത്. സമയം 6 മണിയാണ്. പക്ഷെ നല്ല കോടം. 6:50 സൺറൈസ് അല്ലേ? 6:50 അല്ലേ? கொஞ்சம் ரோடு இதாக தான் இருக்கும். വാവ്, ഞങ്ങളിതാ എല്ലാവരും രാവിലെ നേരത്തെ എണീച്ചൊരു സൺറൈസിന് വേണ്ടി വന്നിരിക്കുക. കിഡിലൻ സ്പോട്ട് പറഞ്ഞാൽ കിഡിലൻ സ്പോട്ട്. நான் ஒரு போட்டோ போட்டிருந்தேன், ஞாபகம் இருக்கா? நானும் தம்பிங்க வந்தப்போ ஒரு போட்டோ மரத்து கீழே இருந்து. அந்த மாதிரி தான் அது. ஆனா இப்போ ஃபுல்லா எதுவுமே தெரியாது. ഇതെല്ലാം വ്യൂ. നല്ല തണുപ്പുണ്ട്. എന്റെ മോനെ, എന്താണ് വ്യൂ നോക്ക്. ഓ, യെസ്. വാവ്, അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ മരത്തിന്റെ ഒക്കെ സാധനം നോക്ക്. കറക്റ്റ് ഫോട്ടോ ഫിനിഷ് സാധനം. ഓ, കിട്ടില്ലേ? ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇത് ആക്ച്വലി ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ട്. കണ്ട? വാവ്,
സിംപ്ലി വാവ്, ഒന്നും പറയാനില്ല. അഗ്രവാലിൽ സൂര്യൻ ഉദിച്ചുകൊണ്ടിരുന്നു. വാവ്. അങ്ങനെ സൺറൈസ് ആയി. വൺ ഓഫ് ദ ബെസ്റ്റ് സൺറൈസ്. നമ്മൾ ഈ നന്ദി ഹിൽസിലൊക്കെ പോകുന്ന പോലെ ഉണ്ട്, പക്ഷെ ഇവിടെ ആരുമില്ല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബോഡി സൺറൈസ്, സൺറൈസ് അതിന് ചുറ്റുള്ള ലൊക്കേഷൻ, ക്ലൗഡ്സ് ഒക്കെ. ഗൈസ്, ഇവിടെയാണ് സൺറൈസ് ഇപ്പം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫുള്ള് ക്ലൗഡ് വന്ന് അത് കംപ്ലീറ്റ് മൂവായി. ഇതൊക്കെ ഇവിടെ ഫുള്ള് ഇത്ര നേരം ഓപ്പൺ ആയിരുന്നു. അത് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഫുള്ള് കോടായിരുന്നു. ഒരു 10 സെക്കൻഡ് മുന്നേ ഫുള്ള് കാണാണ്ടായിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന. ഫോഗെല്ലാം ഇത് താഴെയായിരുന്നു. ഇപ്പുറത്തോടെ നല്ല വ്യൂ ഉണ്ട്, ഒന്നും കാണില്ല. ചുറ്റും നോക്കി ഒന്നും കാണില്ല എന്ന് പറഞ്ഞില്ലേ. ഓ എൻ്റെ സാറേ, ചുറ്റൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണില്ല. വാവ്, എന്തല്ലേ. ആക്ച്വലി നേച്ചർ അത്ര മാജിക്കലാണല്ലേ. വാവ്. ആ அப்படியே ஆமா 2025 ஃபர்ஸ்ட் சன்ரைஸ். ഞങ്ങള് സൺറൈസ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ സൂര്യനെ കാണാതായതാണ്. ഇതുവരെ വന്നില്ല. ഞങ്ങൾ കുറെ നേരം കാത്തു നിന്ന് കുറെ റീൽസ് ഒക്കെ എടുത്തു. റീൽസ് എടുത്തു, ഫോട്ടോ എടുത്തു, അപ്പൊ ഞങ്ങൾ അടുത്ത പോയിന്റിക്ക് വേണം, മഞ്ചക്കുട്ടൈ വ്യൂ പോയിന്റ്. ചായ കുടിക്കണം. സമയം 7:30 ആയിട്ടുള്ളൂ. ഷാർപ്പ് 7:30. യെസ്. ഞങ്ങൾ വന്ന വെയിൽ കണ്ടാണ്. ഓക്കെ, ഫുള്ള് ഓറഞ്ച് തോട്ടാണ്. അതെല്ലാം നല്ല പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്കൊക്കെ നിറയെ പഴുത്തേക്കുന്നത്. ഇത് ചെറിയ ഓറഞ്ചാണ് കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓറഞ്ച് തോട്ടങ്ങൾ കാണാൻ പറ്റും. മുനിയപ്പൻ എല്ലൈച്ചാമി காவல் தெய்வம் என்று சொல்லுவாங்க. அதனால அது ரெப்ரசன்டேஷன். പോലീസാ? ആ ഡോഗൊക്കെ ഉണ്ടല്ലോ. இந்த இது கேட்டதா நடக்கக்கூடாது அப்படின்றதுக்காக. അല്ല, അതൊക്കെ പോലീസിന്റെ എന്താ? പിന്നെ അത് ഒരു കാവൽ ദൈവം അവർക്ക്. നമ്മളങ്ങനെ സൺറൈസ് ഒക്കെ കണ്ട് വീണ്ടും ബാക്ക് ടു ഏർക്കാട് ടൗണിലേക്ക് എത്തി. ചായ കുടിക്കണം. നല്ല വിശക്കുന്നുണ്ട് എല്ലാവരും. ചായ എടുക്കണം, ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കണം. കാരണം നമ്മുടെ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ലൈറ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ, ചായയും വെച്ച്. അപ്പം നമ്മളങ്ങനെ മഞ്ചുകുട്ട വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഒരു 360 വ്യൂ. അവിടെ ഫുള്ള് മലകൾ, ഇവിടെ ഫുൾ മലകൾ, ചുറ്റും ഇവിടുത്തെ ഇങ്ങനെ ഒരു ഓപ്പൺ വ്യൂ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഒരു സ്റ്റാച്ചു ഒക്കെ അവിടെ ഇങ്ങനെ കാണാൻ വർക്ക് എടുക്കുന്നത്. ഇവിടെ കുറച്ച് ചേട്ടന്മാരവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. സൺറൈസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചൂട് ഇറങ്ങി തുടങ്ങി. അത്ര ചൂടൊന്നുമില്ല, ബട്ട് നൈസ്. ദിസ് ഈസ് ദ വ്യൂ പോയിന്റ്. വാവ്. നൈസ്. നമ്മൾ തിരിച്ച് റൂമെത്തി.
നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? ഓംലെറ്റ്. ആക്ച്വലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. വീട്ടിൽ എടുക്കേണ്ട കാര്യം പിന്നെയാണ് ഓർമ്മ വന്നത്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഓംലെറ്റ്, ബ്രെഡ്, ബട്ടർ, യെസ്, ബ്രെഡ് ബട്ടർ ജാം. നല്ല നല്ല കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ്. അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്നു. കാവേരി പിക്ക് പോകുന്നു. നേരെ തിരിച്ച് അതെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു എങ്ങോട്ട്? സേലത്തോട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എല്ലാവരും ഓൾ പാക്കിങ് ഒക്കെ ചെയ്തു. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. ട്രൈപോഡൊക്കെ മടക്കുന്നു. പാക്കപ്പ്. അപ്പൊ ഇനി നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ. അതിന് മുന്നേ സേലം പോണം. സേലത്തിന് എന്താണ്? சேலத்துல கொஞ்சம் சின்ன சின்ன சாட் ஷாப்ல சாட்லாம் சாப்பிட்டு கைண்ட் ஆஃப் சேலம் ஸ்பெஷல் தட்டுவடை എല്ലാം കഴിക്കണം. அப்புறம் காளான் எல்லாம் சாப்பிட்டு അല്ല അതിന് നമ്മളൊരു കഫേ പോകുന്നുണ്ട്. இங்க இன்னும் ஏற்காடு கிளம்புறதுக்கு முன்னாடி காவேரி பிக்னு ஒரு கஃபே இருக்கு. ஸோ தட் கஃபே வில் பி നൈസ്. അതെ, അതിൽ നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ കഫേയിലൂടെ പോയിട്ട് കുറച്ച് കോഫിയോ ഹോട്ട് ചോക്ലേറ്റോ എന്തെല്ലാം കഴിച്ചിട്ട് നമ്മള് നേരെ സേലം. ഓക്കെ, ബൈ ഗൈസ്. സോ അപ്പോൾ നമ്മള് നമ്മുടെ റൂമിൽ നിന്ന് ഇവിടേക്ക് 14 കിലോമീറ്റർ 16 കിലോമീറ്റർ വന്നിട്ട് നമ്മൾ കാവേരി പീക്ക് എത്തി. നല്ലൊരു കിടിലൻ ഏരിയ ആണ്. ഫുള്ള് വരുന്ന വഴിക്ക് ഫുള്ള് കാപ്പി തോട്ടങ്ങളാണ്. ഇതാണ് കാവേരി പീക്ക്. സ്ഥലത്തോടെ പേരും ഇതിന്റെ കഫേയുടെ പേരും കാവേരി പീക്ക്. യെസ്. அந்த சைடு பிளான்டேஷன் இது எஸ்டேட் இருக்குது. ஸோ அங்க வேணா ഇങ്ങ അവിടെ എസ്റ്റേറ്റ് കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കണ്ട. പക്ഷെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആരും ഇല്ല. നമുക്ക് இங்க கேட்டு பார்ப்போம், என்கொயர் பண்ணி பார்ப்போம். യെസ്, നമ്മൾ ഇത് തന്നെ പോയിട്ട് லீட் இருந்துச்சுன்னா அங்க போக வேண்டியது. നല്ല രസമുണ്ടല്ലേ ഈ ചെടിക്ക്? എന്താ പറയാ? அது சத்தியமா தெரியல. നൈസല്ലേ? முளகா மாதிரி இருக்கு. നല്ല രസമുള്ള ചെടി. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ടല്ലേ ഇത് സാധനം? இதுக்கெல்லாம் you have to thank me. Yeah, thank you. ഇവിടുത്തെ ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ വെങ്കട്. പ്രൈവറ്റ് ടൂർ ഗൈഡ്. അതെ, പ്രൈവറ്റ് ടൂർ ഗൈഡ്. What do you guys want? You have to order here. The sightseeing, Kaveri Peak background, lake, Kumbai independent எல்லாமே பார்ப்போம். எஸ்டேட் ஸோ அதில் மென்ஷன் பண்ணி இருக்கிறது எல்லாமே. എടാ 1 മണിക്ക് ആഫ്റ്റർനൂൺ. പുള്ളി കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ല, അവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. പെർ പേഴ്സൺ 600 rupees. കോഫി A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറപ്പിച്ചു. അതായത് കോഫി എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് കോഫി പൗഡർ ആക്കുന്നതെന്നുള്ളത്. ഒരു 1.5 മണിക്കൂർ മൊത്തം ഫാക്ടറി ടൂറും കാര്യങ്ങളൊക്കെയാണുള്ളത്. 600 rupees per person. ആക്ച്വലി ഫാക്ടറി ഔട്ട്ലെറ്റ് மாதிரி இங்கேயா மேனுஃபேக்சர் பண்ணுறதா? A to Z எல்லாமே இங்கே தான். இது காவேரி பீக்குனா பிராண்ட் நேமும் காவேரி பீக்கு தானே? ரைட்டி க்ளோஸ் ഉണ്ട്, നട്ട്മാഗ് ആൻഡ് മേസ്, ഇന്ത്യൻ ഫിൽറ്റർ ബ്ലെൻഡ്, ഷെവറോയ്സ് എസ്റ്റേറ്റ് റിസർവ്. ഇതെന്താ? ഓണസ്റ്റ് റിവ്യൂ പറയണോ? ക്യാപച്ചിനോ നല്ല കയ്പുണ്ട്, എനിക്ക് ഇഷ്ടമായില്ല. ബ്രൗണി എനിക്ക് ഇഷ്ടമായില്ല. ഇത് എന്തായിരുന്നു? അത് ക്യാപച്ചിനോ. അത് ഐശ്വര്യ ഇഷ്ടപ്പെടുമായിരിക്കും. ഒന്ന് ഷുഗർ ഇല്ല. പ്ലെയിൻ ഷുഗർ. പക്ഷേ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. കോഫി ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര കയ്പ് തോന്നി. ഇത് കണ്ടിട്ടുണ്ടോ കോഫി? എനിക്ക് ഇഷ്ടമായി. ബ്രൗണി എനിക്ക് ഇഷ്ടമായില്ല. See the place I felt it's overrated. ബാക്കി നമുക്ക് അറിയില്ല. Coffee is good. അവനെ പൊണ്ണാക്ക് പറഞ്ഞു. കോഫിയുടെ ഓണസ്റ്റ് റിവ്യൂ ചോക്ലേറ്റിന് ടേസ്റ്റ് ഇല്ല, കൊള്ളൂല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാവും, അതും ഉണ്ടായിരുന്നില്ല. ഐസ് കോഫി ഉണ്ടായിരുന്നു വിചാരിച്ചു, അതുമില്ല. ആകെ ഒരു എക്സ്പ്രസോ ഉണ്ട്, ലാറ്റെ ഉണ്ട്, പിന്നെന്താണ് ഇതും ഉണ്ട്. എന്തായാലും പേര് കപ്ചിനോ. ഇവിടെ ഞാൻ കോഫി ചോദിച്ചു. കോഫി അവര് 400 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്.
എவ்வளோ 200 grams 200 grams. ഇവിടെ ആക്ച്വലി അവിടെ മറ്റേ ഷുഗർ റൈഡ് ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട്. ஆமா அது ഹോഴ്സ് റൈഡ് പെർ അതിന് പേഴ്സൺ തനിയാണോ? 1000 ஓ அது செப்பரேட்டா 1300 സംതിങ് 1600 സംതിങ്. അപ്പൊ ഈ 600 എന്താ? 600 ഫാക്ടറി വിസിറ്റ് ചെയ്യും. പിന്നെ ഒന്ന് രണ്ട് പ്രോസസിംഗ് ആണ്. സ്പോർട്സ് ஆக்சுவலா அப்புறம் அங்க லேக் சைடு வியூ ஒன்னு എടാ അത് ലൈവ് പ്രോസസിംഗ് അല്ലാന്ന്. പിന്നെ ഓൾറെഡി പ്രോസസ് ചെയ്തതിന്റെ അങ്ങനെ എന്തൊക്കെയാണ് ലൈവ് പ്രോസസിംഗ് അല്ല അത്രത്. கேட்டியா அது അന്നാലും சொன்னாங்க நாங்க ഫസ്റ്റ് കേട്ടപ്പോ. ആക്ച്വലി നല്ല ഈ സ്ഥലം നല്ല രസമുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ഒക്കെയാണ്, പക്ഷേ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നി. ഓവർ ഫുഡൊന്നും അത്ര വലിയ രസമൊന്നുമില്ല. മെനു ഇല്ല. മെനുവിൽ ആകെ ഒരു മിന്റ് സാൻഡ്വിച്ച്, മിന്റ് ചീസ് സാൻഡ്വിച്ച്. ആകെ മെനുവിൽ 10 സാധനം ഉണ്ട്, അതിനകത്ത് പകുതി ഇല്ല. മിന്റ് ഇത് ചീസ് ആക്ച്വലി എന്താണെന്നറിയോ, ഇത് അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലെ ജസ്റ്റ് ഒന്ന് സാധനം വെച്ചിട്ടുണ്ടെന്ന്. ഇത് അവിടെ കണ്ടോ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എ ഫാമിലി ബിസിനസ്. ഇത് ആക്ച്വലി ഇവിടെ ഒരു ഗ്രൂപ്പാണ്, അവരുടെ ഒരു ബിസിനസ്സാണ്. ഇതാക്കി. സ്ഥലം കൊള്ളാം, സ്ഥലം കൊള്ളാം, വൈബ് ഈസ് നൈസ്. ബാക്കി ഫുഡൊക്കെ ശോകമാണ്. ഒന്നും ഇല്ല, ഒന്നാമത് വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടേക്ക് ഇതിന് മാത്രമായിട്ട് വരികയാണെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലാണ്ട് ഇതിനപ്പുറത്തോട്ട് വേറെ വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ്സ് ഇല്ല, വേറെ ഒന്നും ഇല്ല. ഒരു എത്ര കിലോമീറ്റർ? 16 കിലോമീറ്റർ ഫുള്ളൊരു ഗ്രാമമാണ്. വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഈ ചെടിയാണ് കേട്ടോ. ഇതിൽ ഈ റെഡ് കളർ സാധനം ഉണ്ട്. ഇതിന്റെ കൂടെ ഇവിടെ ഉണ്ടോ ഒരു ബ്ലൂ സാധനം. ഇത് ആക്ച്വലി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം പ്ലാസ്റ്റിക് ആണെന്നാണ്, പക്ഷെ ആക്ച്വലി ഇത് ചെടിയാണ്. കണ്ട ഒറിജിനൽ ചെടി തന്നെയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ആകെ എനിക്ക് ഇഷ്ടമായ സാധനം ഈ ചെടി മാത്രമാണ്. ജസ്റ്റ് അനദർ ഓവർ റേറ്റഡ് പ്ലേസ് ഇൻ ഇൻസ്റ്റാഗ്രാം. നമുക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കണ്ട 2 സ്ഥലങ്ങളും മോശമായിരുന്നു. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സാപ്പിടെ പോണല്ലേ, അത് 60 years old റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഷോക്കായിരുന്നു. ഇത് സ്ഥലമൊക്കെ ഓക്കെയാണ്, പക്ഷെ ഫുഡ് സാധനങ്ങളൊക്കെ ഭയങ്കര ഷോക്കാണ്. യെസ്, അതിനുള്ള ഇല്ല, ടേസ്റ്റ് വാസ് നോട്ട് ഗുഡ്. യെസ്, ഞങ്ങൾക്ക് 5 പേർക്ക് 5 ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, പക്ഷെ 5 ആൾക്കും ഒന്നിച്ച് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ 5 ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ഞങ്ങളിനി വേറെ ഒന്നുമില്ല, പരിപാടിയൊന്നുമില്ല. നമ്മള് എയർകാർഡിനോട് ബൈ പറയാണ്. சேலம் போய் சேலம் ஒரு நல்ல ஒரு லஞ்ச் சாப்பிட்டு നല്ലൊരു ലഞ്ച് സാപ്പിട്ട് അപ്പോൾ നേരെ ബാംഗ്ലൂർ. യെസ് യെസ്, സി യു. നമ്മളങ്ങനെ എയർകാർഡിനോട് ഇവിടെ പറഞ്ഞു സേലം എത്താറി താഴ്വാരെത്തി. ഇനി കാണാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റുള്ള ഹെയർ പിന്നാണ് അല്ലേ? മൊത്തം എത്ര പിന്നുണ്ട്? 20 ഹെയർ പിൻ ബെൻസ്, 20 ഹെയർ പിൻ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനം ഹെയർ പിൻ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. എല്ലാം വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണം. ആക്ച്വലി അടിപൊളിയായിരുന്നു അല്ലേ? അവിടെ സ്റ്റേ ആക്ച്വലി സൂപ്പർ ആയിരുന്നു. ஆமா ஸ்டே கொஞ்சம் இதை சொதப்பு இருந்துச்சுன்னா ட்ரிப்பு கொஞ்சம் இதாக இருந்துட்டு. BNB ഞാൻ ആക്ച്വലി മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു. இப்போ நிறைய பாலிசிஸ் சேஞ்ச் பண்ணியிருக்காங்க ஏர்பிஎன்பியில், ஸோ அதனால கொஞ்சம் நல்லா இருக்கு. ஸோ அவங்க கொடுக்குற அம்யூனிட்டிஸ் எல்லாமே ഈസിയാ. ഓക്കെ, എന്താണ് ഒരുപാട് അമെനിറ്റീസ് ഉണ്ടായിരുന്നു. ഗ്യാസ് എക്സ്ട്രാ, പിന്നെ യൂട്ടൻസിൽസ്, പാത്രങ്ങളെല്ലാം, അവൻ ചൂട് പണിക്കുന്നതുക്ക് റെഫ്രിജറേറ്റർ, ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നു, ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു, കെറ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ ടോസ്റ്റർ. ടോസ്റ്റർ மட்டும் വർക്ക് ആവില്ല. ടോസ്റ്റർ വർക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ താഴ്വാരെത്തി. നമുക്ക് നമ്മൾ എവിടെയാ പോകുന്നത്? ஸ்ட்ரைட்டாக ஃபேர்லேண்ட்ஸில் ஹோட்டல் மருதம்னு சொல்லி. ஸோ இட் ஹேஸ் போத் வெஜிடேரியன் அண்ட் நான் வெஜிடேரியன். ஸோ யா, அங்கே போய் பார்க்கலாம். നമ്മൾ സേലം സിറ്റിയിലെത്തി. നമ്മൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഹോട്ടൽ മരുതം. യെസ്, അല്ല ഗൂഗിളിലൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടു. പോയേക്കാം. വെങ്കട മീൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അൺലിമിറ്റഡ് അല്ലേ മീൽസ് അൺലിമിറ്റഡ് தான். இது என்னென்ன சொல்லு? ஆக்சுவலாக நான் ஆர்டர் பண்ணது ஃபுல் மீல்ஸ், வித் மீன்ஸ் ஃபுல் நான்வெஜ் மீல்ஸ். இது வந்து நார்மல் சிக்கன் கிரேவி. ஆக்சுவலி திஸ் இஸ் சிக்கன் கிரேவி, எக் மசால், ஃபிஷ் கிரேவி, மட்டன் கிரேவி, இன்னொரு சிக்கன் கிரேவி, பட்டர் மில்க், ரசம், கேசரி. சாப்பாடு அன்லிமிட்டட். இதில் இது வரும் சாம்பார் வரும். இல்லை, அவ்வளோதான். சாப்பாடு അൺലിമിറ്റഡ്. ഗ്രേവി സോപ്പ്. ഞങ്ങൾ ഒരു ഡ്രൈ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടർ. ഇതെന്താണ്? ചിക്കൻ മരുതം സ്പെഷ്യൽ. ഇവിടുത്തെ സ്പെഷ്യൽ ഉണക്കമുളക് ചിക്കൻ. ഗുഡ്.
നമ്മൾ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ റൈസ് എനിക്ക് ഇഷ്ടമുള്ള റൈസാണ്. എനിക്കും ഇഷ്ടമായി. നല്ല ഫ്ലേവർ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ 3 കറിയും സാലഡാണ് സെർവ് ചെയ്യുന്നത്. മുസ്ലിംസ് 3 കറി അടിപൊളിയുണ്ട്. ഓയിൽ സോഡ കഷ്ടപ്പെട്ട് തീർക്കും ഐഷു. ചിത്രട്ടെ ചാലഞ്ചർ. ആ കുപ്പി ഏട്ടാ, കുപ്പിക്ക് എന്താ വില? ബാട്ടിൽ തോറ്റോ അതെല്ലാം ഓപ്പൺ ഹാളിലെ പാറ് ഇല്ല, ചേട്ടൻ പ്രത്യേകം പറഞ്ഞു തുറക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ഒരു നിമിഷം. അത് പൊട്ടി ഇളക്കി. സോ നമ്മളിപ്പോൾ സേലത്താണുള്ളത്. സേലത്തുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഇവിടുത്തെ സെറ്റ്. എന്താ ഇതിന് പറയാ? തട്ടുവട സെറ്റ്, സേലം സ്പെഷ്യൽ. യെസ്, കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതരം വട പോലത്തെ ഒരു സാധനമാണ്. ഇതിൽ വെജിറ്റബിൾസ് എല്ലാം വെച്ചുള്ള ഒരു സാധനം. ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കാം. തക്കാളി സെറ്റ് ഉണ്ടാക്കും അവര്. നമ്മളൊരു നോർമൽ സെറ്റ് പറഞ്ഞു, അതാണ് ഇപ്പൊ അവരുണ്ടാക്കിയത്. ഈ വലിയ മുറുക്ക് കൊണ്ട് എന്തായാലും ഉണ്ടാക്കുക, അതില് മുറുക്കുണ്ടാക്കും. ഇത് നോർമൽ തട്ടുവട സെറ്റ്. ഇതില് തട്ടുവട, ഇതിലൊരു ചട്നി വെക്കും. ഓക്കെ. ഇതിലൊരു ചട്നി ഉണ്ട്. ഇതെന്തൊക്കെ വെജിറ്റബിൾസാ? ക്യാരറ്റും ബീട്രൂട്ടും. ഇത് ടൊമാറ്റോ സെറ്റ്. ഇതിനുള്ള ടൊമാറ്റോ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടൊമാറ്റോ വെക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു മസാല, അവിടെ വേറൊരു മസാല. അത് മിക്സ് ചെയ്യുന്നത് ചേട്ടൻ സെറ്റാക്കും. ഓരോ തക്കാളി വയ്ക്കുന്നത്, പിന്നെ വീണ്ടും ഇതാക്കുന്നത്. യെസ്, ദിസ് ഇസ് ടൊമാറ്റോ സെറ്റ്. ഹൗ ഈസ് ഇറ്റ്? ഇതെന്താണ്? ഇത് നോർമൽ സെറ്റ്. തക്കാളി സെറ്റ് അതായത് 2 വട സാൻഡ്വിച്ച്. മുട്ട സെറ്റ്. അത് തക്കാളിക്ക് വരാം, അതിൽ മുട്ട വെച്ച്. പിന്നെ ഇത് ആക്ച്വലി ഒരു മിൻറ്റ് ചട്നിയാണ്. അത് തന്നെ ചട്നിയാണ്? ടൊമാറ്റോ ചട്നി. അത് ടൊമാറ്റോ ചട്നി. ഓക്കെ, ദിസ് ഈസ് ചിത്ര സ്പെഷ്യൽ. That's my favorite. യെസ്, സാപ്പിട്ട് പറയാം. ഹാവ് ഇറ്റ്. അതിലേക്ക് ഇവിടെ ആക്ച്വലി സെറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതിലുണ്ടോ, ഇത് കടല മസാല, അതിൽ അവര് മുട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ മസാല സെറ്റ്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മിക്സ് പോലെ ഉണ്ടല്ലേ? എന്തെന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഡിഷസ് ആണ്. അതെ, വലിയ മുറുക്ക് ഇതല്ല, മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പൂരത്തിന് കിട്ടുന്ന മുറുക്കില്ല, അതിനെ ട്വിസ്റ്റഡ് മുറുക്ക്. അത് അവര് പൊട്ടിച്ച് മുറുക്കി ഈ ചാട്ട് പട്ടമുറുക്കാ പൂരത്തിനൊക്കെ കിട്ടുന്ന അസൽ മുറുക്ക്, അത് മിക്സ് ചെയ്ത് അവര് ഇതുണ്ടാക്കും. നുറുക്ക് മിക്സ്. ഇവിടുത്തെ ചാർജസ് தட்டோட செட்டு 4 பீஸ் 20 ரூபா, தக்காளி செட்டு 4 பீஸ் 30 ரூபா, பூண்டு செட்டு 4 பீஸ் 30 ரூபா, முட்டை செட்டு 4 பீஸ் 30 ரூபா, ஆனியன் செட்டு 4 பீஸ் 30 ரூபா. அது இல்லாத இன்னும் കുറേ ഐറ്റംസ് ഇருக்கு. തട്ടോട സെറ്റ് വെച്ച് പിന്നെ അടുത്ത് പോയത് സേലത്തിൽ തന്നെ മറ്റൊരു സ്നാക്ക് കഴിക്കാനാണ്. കാളൻ എന്നാണ് ഇതിൻ്റെ പേര്. കാലൻ ആക്ച്വലി ഞാനും കുറേ മുന്നേ കേട്ടിട്ടുണ്ട്, കാരണം ഇത് പാലക്കാടും ഈ സാധനം അവൈലബിൾ ആണ്. കാലൻ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാലൻ എന്ന് പറഞ്ഞാൽ മഷ്റൂമിന് തമിഴിൽ പറയുന്ന പേരാണ് കാലൻ എന്നുള്ളത്. ഇത് മഷ്റൂം ഒരു പ്രത്യേക തരം മസാല ഉണ്ടാക്കി അതിൽ കുറേ ഇതുപോലത്തെ പൊരിയും അതുപോലെ തന്നെ വെജിറ്റബിൾസും പൂരി പൊടിച്ചതും എല്ലാം ഇട്ട് ഒരു ചാട്ടുണ്ടാക്കുന്നത്. ഇതാണ് കാലൻ. പാലക്കാട് ഇതുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്കതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സോ ഇതാണ് കാളൻ.
മഷ്റൂമിൻ്റെ മസാല അതിലിങ്ങനെ പോലെ പൂരി കുറേ ഐറ്റംസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം. എനിക്ക് പൊതുവെ ചാട്സിനോട് വലിയ താല്പര്യമില്ല, എന്നാലും ഇത് കഴിച്ചു നോക്കി. ദിസ് നോട്ട് ബാഡ്. അങ്ങനെ ഈ ഏർക്കാട് യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തി. ഞങ്ങളൊരു 6 മണിയോടെ സേലത്ത് നിന്ന് തിരിച്ചു. സേലം ടു ബാംഗ്ലൂർ ഞങ്ങൾക്കൊരു 4.5 മണിക്കൂറൊക്കെയാണ് ഏതാണ്ട് സമയം എടുക്കുന്നത്. ലഞ്ച് കുറച്ച് ലേറ്റായി കഴിച്ചുകൊണ്ടും പിന്നെ കുറച്ച് സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ട് ആർക്കും ഡിന്നറിന് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഏർക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് സമാധാനമായി നല്ല വെതറൊക്കെ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്ന് ആണെങ്കിൽ ജസ്റ്റ് 250 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഒരു വീക്കെൻഡ് 2 ഡേ വെക്കേഷന് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഏർക്കാട്. നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും നഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സമാധാനപരമായി ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ആണ്. അപ്പോൾ ഏർക്കാട് എനിക്ക് എന്തോ വളരെ ഇഷ്ടമായി. കാരണം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. എനിക്ക് പൊതുവേ ഗ്രാമത്തിലൂടെയുള്ള ഡ്രൈവ് അല്ലെങ്കിൽ ആളൊഴിഞ്ഞ വഴികളിലൂടെ അങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീക്കെൻഡിൽ വെച്ച് പിടിച്ചു ഏർക്കാടിലോട്ട്. സോ നമ്മൾ ധർമ്മപുരിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറി. ഈ ഹൈവേ ആണ് ഇപ്പോൾ കുറച്ച് തിരക്ക് കമ്മിയുള്ളത്. മറ്റേ അവിടെ എല്ലാം റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ധർമ്മപുരി വഴിയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടീ ബ്രേക്ക് നിർത്തിയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിറങ്ങി. ഏതാണ്ടൊരു 10-11 മണിയോടെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ യാത്രകളും പുതിയ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.